ഗായ്സ് അപ്പോൾ ഞങ്ങൾ പാതിര കുർബാനയ്ക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. പള്ളിത്തുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പള്ളിത്തുറ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരുപാട് ചർച്ചകളുണ്ട്. അതിൻ്റെ ഇടയിലത്തെ ഒരു ചർച്ചുണ്ട് ഇവിടെ. അതെ, അതിലത്തെ ഒരു ചർച്ചാണ്. നോക്കി ഇതിൽ ഓരോ ഫോട്ടോസ് എടുക്കും. ഇത് ബെല്ലാണല്ലേ? ഞാൻ ഇപ്പോഴാണ് മനസ്സിലായി. ഞാൻ ഒരു പെണ്ണിന്റെ മുടിയാണ്. ഇത് ബെല്ല്, അത് ട്രീ, അവിടെ ഗിറ്റാറ്, പിന്നെ ഇടയന്റെ രണ്ട് വഴി ഫോട്ടോസ്. അതെ, ഉള്ളില് മാസം നടക്കുന്നുണ്ട്. ഇപ്പോൾ ബൈബിള് വായിക്കുന്ന സമയമാണ്. പാട്ട് അപ്പോൾ ആരിസ് നല്ല കൊണ്ടുപോയി അപ്പൊ സമയം ഇപ്പൊ 12 മണി ആവാറായി. അതെ, ഒരുപാട് പേരോടെ വന്നിരിക്കുന്നുണ്ട്. എന്താ പ്രത്യേകത? അതിൻ്റെ ഉള്ളില്ല.
എൻ്റെ പേരിൽ വാട്ടർ, തീർത്ഥജലം, ഹോളി വാട്ടർ. ഇത് നമ്മളിവിടെ ഇത്ര പോകുന്ന ചെറിയ 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 കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ഈ പള്ളിയുടെ ഒരു സ്പെഷ്യാലിറ്റി, ഞങ്ങളും ആദ്യമായിട്ടാണ്, ഞങ്ങളിതിലെ പോകുമ്പോൾ കാണാറുണ്ട്, പക്ഷേ ഇവിടെ കയറി വന്ന് കാണിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. അതായത് പല സ്ഥലങ്ങളിലെ പല മാതാവിൻ്റെ രൂപങ്ങൾ, മീൻസ് മാതാവ് പല സ്ഥലങ്ങളിലും പല പേരുകളിലും പല രൂപങ്ങളിലെല്ലാം അറിയപ്പെടുന്നു. പല രൂപങ്ങളിലല്ലേ പ്രത്യക്ഷപ്പെട്ടേക്കണം. ഇപ്പോൾ വേളങ്കണ്ണിയിൽ മാതാവിൻ്റെ ഒരു രൂപമുണ്ട്, പിന്നെ വ്യാകുല മാതാവിൻ്റെ ഒരു രൂപമുണ്ട്, അങ്ങനത്തെയൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ കാണിച്ചു തരാം. ഒരു മിനിറ്റ് കൂടി അവിടെയൊക്കെ പടക്കങ്ങളൊക്കെ പൊട്ടി തുടങ്ങി. അതെ, നല്ലൊരു വർഷം എല്ലാവർക്കും നേരുന്നുകൊണ്ട് അപ്പൊ സമയം നോക്കിക്കൊണ്ടിരിക്കുക. 12 മണി ആവണം നോക്കിയിരിക്കുക. അപ്പൊ എല്ലാവർക്കും മടക്കം പോയിട്ടുണ്ടെങ്കിൽ ആയില്ലേ? കൊല്ല കുട്ടികളൊന്നും ഉറങ്ങിയിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ. അതെ, 12 മണിക്കൊരു ഫുഡ് പൊട്ടി. അപ്പൊ ഹാപ്പി ന്യൂ ഇയറിന്റെ കേസ് എല്ലാവരും. അവിടെയൊക്കെ പൊട്ടി തുടങ്ങി. കൊറേ മാതാവിനുള്ളിൽ ഹാപ്പി
അതാ ഒക്കെ മാതാവാ. മാതാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ കട്ടക്ക് ഈ ഇയർ ഞങ്ങളുടെ കൂടെ എക്സ്ചേഞ്ച് കഴിഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്തവരുണ്ടാവും. പുതിയതായി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവർക്ക് താങ്ക്സ് കൊടുക്കും. താടിയും കൊണ്ടും ഫാമിലി ഇനി ഒരുപാട് പേര് വരാനിരിക്കുന്നുണ്ട്. വേറെ ഞങ്ങള് പുറത്തേക്ക് എവിടേക്കും പോയൊന്നുമില്ല. നേരെ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പള്ളിയിലേക്ക് വന്നേ. രാത്രിത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ആദ്യക്ക് ചിമ്പനും കൊടുത്തു. അപ്പൊ വേഗം കഴിച്ചിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങള് വേഗം കഴിച്ചില്ല. വേഗം പള്ളിയിലേക്ക് വന്നു. ഇനി ഇവിടെ നിന്ന് വേണം ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെയും പോവാൻ. പേടി മാറി. ആദ്യയുടെ പേടി മാറി. പടക്കം പേടിയായിരുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി 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 ന്യൂ ഇയർ. മനഃപൂർവ്വം പറയാനില്ല. അപ്പൊ ഞങ്ങളുടെ ഫാമിലിയും ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകളുണ്ടാവണം. ഇത്രയും ഒരു വിശുദ്ധമായ സ്ഥലത്ത് വിശുദ്ധ കുർബാന ഇയറായി അതൊക്കെ പൊട്ടി ഇത്രയും അമിച്ച് പറഞ്ഞ പോലെ മാതാവിൻ്റെ ഇടയിലിരുന്നു കൊണ്ടാണ് ഞങ്ങൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അനുഗ്രഹങ്ങളും നല്ലൊരു വർഷമാവട്ടെ നമ്മളത് ആശംസിച്ചാൽ തീർന്നില്ല. നിങ്ങളെല്ലാവരും ഞങ്ങളെ ബ്ലസ് ചെയ്യണം. ഒരുപാട് പേർക്ക് 2024 ചിലപ്പോ പൊട്ടയായിരിക്കും. കുറെ പേർക്ക് നല്ലതായിരിക്കും. അതെ, പൊട്ടയുള്ള ആൾക്കാർക്ക് ഈ വർഷം നല്ലതാവട്ടെ, നല്ലതായ ആൾക്കാർക്കും നല്ലതാവട്ടെ ഈ വർഷം. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയെ കാണിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഫുഡ് അന്വേഷിച്ച് തിരുവനന്തപുരം സിറ്റി മുഴുവൻ നടന്നിട്ടും എവിടെ നിന്നും ഫുഡ് കിട്ടിയില്ല ഗൈസ്. പക്ഷെ 24 ഹവറുള്ള നമ്മുടെ ശരണ്യ മെസ് ഉണ്ട്. നമ്മള് ശരണ്യ മെസ് ഒരിക്കൽ നമ്മളുടെ ഒരു വീഡിയോയില് പുലർച്ചക്ക് തിരുവനന്തപുരത്ത് വന്ന സമയത്ത് നമ്മൾ അതെ പുലർച്ചക്ക് ഭക്ഷണം കഴിച്ചു, ബിരിയാണി കഴിക്കണ ഒരു ഇത് പറഞ്ഞായിരുന്നു. പുലർച്ചെ 3 മണി വരെ ആയാലും ബിരിയാണി കിട്ടുന്ന സ്ഥലമാണ്. ഭയങ്കര തിരക്കാണ്. ഒരു കട ചായക്കട പോലും ഇല്ല, ഒന്നുമില്ല, ഫുഡില്ല, ഒന്നുമില്ല. 2:10 ഗൈസ് സമയം. നൈസ് പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തൈകുടത്തിന്റെ പൂവൊക്കെ കോപ്പറേറ്റ് കിട്ടാതിരിക്കാൻ സ്റ്റക്ക് ചെയ്ത് വെച്ചിരിക്കുക. ദേ നമ്മുടെ ആദിസ് കുട്ടാമ്പി ദേ ചാക്കിയാണ് ഒങ്ങി. പിന്നെ നമ്മുടെ അപ്പൂസ് കുട്ടാമ്പി ദേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ, ലേറ്റ് ആയില്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വർഷമൊക്കെ ആയി. അപ്പൊ ശരണ്യ മസ്ലിം മാത്രമായി തിരുവനന്തപുരം സിറ്റിയില്. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ പ്രശ്നങ്ങള് അടിയും കുഴപ്പം വെള്ളം ഞങ്ങള് വരുമ്പോ തന്നെ അവിടെ 2 പയ്യന്മാര് വണ്ടി ഇടിച്ചിട്ടോ എന്തൊക്കെയാന്നറിയില്ല കുടിച്ചിട്ടുണ്ട് ഒരാള്. അങ്ങോട്ട് ഉന്തുന്നുള്ള കഴിഞ്ഞ നമ്മളല്ല വേറെ റോട്ടില് ആളുകൾ തമ്മിൽ. അപ്പൊ എല്ലായിടത്തും ഇവിടെ പോലീസുകാരുണ്ട് കേട്ടാ. പോലീസുകാരുണ്ട് നന്നായിട്ട്. ടൗണിലേക്ക് പോയില്ല. ഞങ്ങൾ ടൗണിൽ വരെ ഒന്നും പോയില്ല. ഞങ്ങളപ്പോ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ പരിപാടി നിങ്ങള് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. തലസ്ഥാന നഗരിയിൽ ന്യൂ ഇയർ ആഘോഷം ഗംഭീരമായി പറഞ്ഞിട്ട് ഇവിടെ കന്നലിക്കുന്നു അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഗംഭീരാഘോഷങ്ങളാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഓടിക്കുക എല്ലാവരും എവിടെ കനലിക്കുന്ന കനകുന്ന്. അപ്പൊ പിന്നെ പോണ്ട. അത് കാരണം അത്ര സമയമായി കാരണമായിരിക്കും. ഒരുപാട് നേരം വൈകി കഴിഞ്ഞാൽ ഇവര് നിർത്തി കഴിഞ്ഞാലും ഇത് ആൺപിള്ളേര് മാത്രല്ല പെൺപിള്ളേരും എല്ലാവരും ഇറങ്ങി നടക്കണ്ട ഈ നേരത്ത്. ഇവിടെ ഈ ടെക്കികൾ ഒരുപാടുള്ളത് കൊണ്ട് ഗേൾസും ഹോസ്റ്റലിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നിറച്ച് പെൺകുട്ടികളും ഉണ്ട്, ആൺകുട്ടികളും ഉണ്ട്. പെൺകുട്ടികൾ ഒറ്റയ്ക്ക് കിടന്ന് നടക്കുന്നത്. എന്തെങ്കിലും കഴിച്ചിട്ടും അങ്ങനെ സമയത്തും പിള്ളേരുകള്
കാരണം പോലീസുകാരെല്ലാവരും ഓടിക്കുകയാണ്. അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് പോകണില്ല കേട്ടാ. ഞങ്ങള് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് ഫുഡ് അന്വേഷിച്ച് നടന്നിട്ട് കിട്ടാണ്ട് ഒരുപാട് ലേറ്റ് ആയിട്ട് 2 മണി കഴിഞ്ഞു. അപ്പോഴാണ് ഈ പുലർച്ചെ വരെ കിട്ടുന്ന ശരണ്യ മെസ്സിൽ കൂടി പോയി ഞങ്ങൾ പുലർച്ചെ ഇപ്പൊ അങ്ങോട്ട് പോയി. ഇപ്പൊ ശരണ്യ മെസ്സിലേക്ക് പോയി ഇത് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ അതും പോലീസുകാരെ അടയ്ക്കാൻ പറയാം. പോലീസുകാരുണ്ട്, നിറച്ച ആൾക്കാരും ഉണ്ട്. അപ്പൊ അടയ്ക്കാൻ പറഞ്ഞോണ്ടിരിക്കും. നോർമലി അത് 3 മണി വരെ ഉണ്ടാവും. അപ്പൊ അവിടെ ഫുഡ് മേടിച്ചിരിക്കണത് പുറകില് അപ്പൂസോടെ എടുക്കുക. ആ പുറകില് വെച്ചിട്ട് അപ്പൊ ഇതൊക്കെയാണ് ന്യൂ ഇയർ വിശേഷങ്ങള്. ഇനിയിപ്പോ ചെന്നിട്ട് നമ്മൾ ഈ ഫുഡ് കഴിക്കും. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് ശരിക്കും സാധനങ്ങളൊക്കെ ഞാൻ 4:30 ഒരു ചായ കുടിച്ചതാ. ഒറ്റ സ്ഥലങ്ങളിൽ ഇല്ല. ഇവിടെ നോർമലി ഉണ്ടാവാറുള്ള റെസ്റ്റോറന്റുകളോ അല്ലെങ്കിൽ ബർഗർ ഹബ്ബ് പോലും ഇല്ല. അപ്പൊ ഒന്നുമില്ല. അപ്പൊ ഇത്രയും 2 മണി വരെയും 4 മണി 4:05 മണിക്ക് അങ്ങോട്ട് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഇപ്പോഴാണ് ഫുഡ് കഴിക്കണം. ഏകദേശം വിശപ്പൊക്കെ വിശന്ന് നന്നായി ഇരുന്നിട്ട് പിന്നെ വിശപ്പ് കേട്ട പോലെ. അപ്പോ അതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങള്. ഞങ്ങളിത് കഴിഞ്ഞിട്ട് ന്യൂ ഇയറിന്റെ ആഘോഷമായിട്ട് അല്ല ആഘോഷങ്ങൾ കാണിക്കാൻ ഈ പറയണ എന്താ കനകകുന്ന് അവിടേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. ഇനിയിപ്പോ പോണില്ല. അപ്പൊ അതെന്താന്ന് അറിയില്ല. കഴിഞ്ഞ കൊല്ലം പോകാൻ പറ്റിയില്ല. ഉച്ചന്റെ ഫ്രണ്ട് ഹരി പോണം അവിടെ നല്ല ആഘോഷം എന്നൊക്കെ പറഞ്ഞായിരുന്നു. നിറയെ ആളുകളാട്ടാ പുറത്ത്. എല്ലാവർക്കും ഫുഡ് കിട്ടാണ്ട് നോക്കണതാ. ഫുഡ് കിട്ടാനില്ല. ഫുഡ് എല്ലാം അടച്ചിട്ടേക്ക. അത് കാരണം ആൾക്കാരെ പല സ്ഥലത്ത് നിർത്തിയിട്ട് എവിടെങ്കിലും എന്തെങ്കിലും കിട്ടി വാങ്ങി കഴിക്കാൻ നോക്കിട്ട് നിൽക്കണേ. പക്ഷെ അവിടെ തന്നെ തിരക്കാ. നിങ്ങളുടെയൊക്കെ ന്യൂ ഇയർ ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പറയാ. അല്ല പള്ളിയിൽ പാതിര കുർബാനയ്ക്ക് എത്ര പേര് പോയില്ലേ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ പറയാ. അപ്പൊ അതൊക്കെയാണ് നമ്മളെ ന്യൂ ഇയർ വിശേഷങ്ങള്. വീടെത്താറായിട്ടുണ്ട്. എനിക്ക് മറ്റേ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ അവിടെ നിന്നിട്ട് ആവണമെന്നുണ്ടായിരുന്നു. അല്ലാണ്ട് വല്ല ഹോട്ടലിലോ പുറത്തോ വഴിയിലോ നിന്നിട്ട് ആവാണ്ട് എവിടെയെങ്കിലൊക്കെ നിന്നിട്ട് ആവണമെന്നുണ്ടായിരുന്നു. അത് കാരണം നേരെ പള്ളിയിലേക്ക് അവിടേക്ക് പോയി. അവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ തിരിച്ചപ്പോഴേക്കും ഇവിടെ അല്ലെങ്കിൽ എല്ലാ സമയത്തും 2 മണി 1:30 വരെയൊക്കെ ഉണ്ടാവുന്ന ഹോട്ടലുകളാ മിക്കത്. കഴക്കൂട്ടത്തൊക്കെ എപ്പോഴും ചായക്കടയും അല്ലെങ്കിൽ ആ ചെറിയ ഹോട്ടലുകളൊക്കെ എപ്പോഴും റണ്ണിങ് ആയിരിക്കും. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. എല്ലാം നേരത്തെ കെട്ടി ക്ലോസ് ചെയ്യിപ്പിച്ചു. ഇവിടെ ഇങ്ങനെ വലിയ സ്റ്റാർ ആക്കുന്നു. പക്ഷെ കാണാൻ നല്ല കിട്ടില്ല ഉണ്ടാവുന്ന അവിടെ. ആ ടെക്നോമാർക്കിന്റെ അവിടുത്തെ പള്ളി നൈസായിട്ട് അലങ്കരിച്ചത്. നേരെ കളിച്ചു പള്ളിയിലിരുന്നപ്പോ ഉറങ്ങിയില്ല. മണലുണ്ടല്ലോ, കുറേ നേരം അവിടെ കളിച്ച് കുറേ നേരം ഇരുന്ന് ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോഴേ ഉറങ്ങുന്നു വിചാരിച്ച. പക്ഷെ അവൻ പള്ളിയിൽ എല്ലായിടത്തും പോയി അവനെ നേർച്ച പിടിപ്പിച്ചു. പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം വിച്ചും അപ്പൂസ് അപ്പുറത്ത് വീഡിയോ എടുക്കാറുണ്ട്. അപ്പം ഞാൻ ആദ്യമേ കൊണ്ടുപോയി അവിടെ നേർച്ച പിടിച്ച് മാതാവിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു, നിറച്ച മാതാവ് അവിടെ. അപ്പോൾ പിന്നെ അവർ നേർച്ച ഭയങ്കര ഇഷ്ടം. പിന്നെ പൈസ നോക്കിയാവും. അപ്പോൾ അതൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചാണ് സുഖമായിട്ട് ഉറങ്ങാണ്. നമ്മുടെ വീടെത്താറായിട്ടാണ്. നമ്മുടെ ചിമ്പും ചാർലിയും അത് പുറത്തുണ്ട്. അവരെ ന്യൂ ഇയർ ആയിട്ട് അകത്ത് കയറ്റണം. ഇവിടുത്തെ പള്ളിയിലെല്ലാം ഞാനിങ്ങനെ നക്ഷത്രങ്ങള് വീടുകളിൽ ഇടുന്ന കണ്ടിട്ടുള്ളൂ. അത് 2-3 ഇവിടെ അത് വെച്ചിട്ട് അവര് അലങ്കരിക്കണം.
ഇതാണ് നമ്മുടെ ഐറ്റം. ശരണ്യ മസില പുലർച്ച വരെയുള്ള ബിരിയാണി, കേക്ക്, ചിക്കൻ. പുലർച്ചെ 3 മണിയാവാനായിട്ട് ഫുഡ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.